കള്ളവോട്ട് നടത്താതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയെന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ കള്ളവോട്ട് ഉണ്ടായിരുന്നില്ലേ എന്നാണ് മലയാളി വാർത്തയ്ക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ 132-ാം ബൂത്തിലെ തങ്കമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവരുടെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു. അവരവിടെ കുറേ തർക്കിച്ചു. എൻ്റെ പേരിൽ വോട്ട് ചെയ്തത് ആരാണെന്ന് എനിക്കറിയണം, ക്യാമറ പരിശോധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഓഫീസേഴ്സ് പറഞ്ഞു ഞങ്ങൾക്ക് ക്യാമറ പരിശോധിക്കാനുള്ള അനുവാദമില്ല. അവരെ കൊണ്ട് പോസ്റ്റൽ വോട്ട് ചെയ്യിപ്പിച്ചു. അതായത് തങ്കമ്മയ്ക്ക് 2 വോട്ടാണ്, പോസ്റ്റൽ വോട്ടും തങ്കമ്മയുടെ പേര് പറഞ്ഞ് കള്ള വോട്ട് നടത്തിയ വോട്ടും. അപ്പോൾ ആരാണിത് ചെയ്തത്? അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനവും കേരളത്തിലില്ലേ? പത്തനംതിട്ടയിൽ ഒരു ഉമ്മ ആധാർ എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആ ഉമ്മയുടെ വോട്ട് മറ്റാരോ ചെയ്തിരിക്കുന്നു. അങ്ങനെ നിരവധി വാർത്തകളാണ് തിരഞ്ഞെടുപ്പ് ദിവസം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയത്. എന്തായാലും പത്തനംതിട്ടയിലെ ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. തങ്കമ്മ എന്ന സ്ത്രീയുടെ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ എക്സ്ക്ലൂസീവായി മലയാളി വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും അതേ വാർത്തകളാണ് വരുന്നത്. എന്തായാലും തോൽക്കുമെന്ന് ഭയമുള്ളവരാണോ ഈ കള്ളവോട്ട് ചെയ്തത്? അതൊക്കെ കണ്ടെത്തേണ്ടവർ തന്നെ കണ്ടെത്തട്ടെ. മൗനം പാലിച്ചിരുന്നാൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ഇതിലപ്പുറം കള്ളവോട്ടുകൾ നടക്കുമെന്നോ പറയാതിരിക്കാൻ കഴിയില്ല. അറിയത്തില്ല മോനെ, ഞാൻ ഇപ്പോഴാണ് വന്ന് എനിക്ക് കാലൊക്കെ വയ്യാതിരുന്ന ഒരാളെ ഇതില്ലാതെ എനിക്ക് വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളെന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ആധാർ കൊണ്ടുവന്നില്ല. ആധാർ കൊണ്ടുവന്നപ്പോൾ തിരിച്ച് ആ ഓട്ടോയിൽ തന്നെ പോയി ആധാർ എടുത്തുകൊണ്ട് വന്നു. ഇവിടെ കൊണ്ടുവന്ന് അവിടെ നിന്നെല്ലാം എഴുതി വായിച്ച് ഇവിടെ കയറി കൊണ്ടുപോയപ്പം ചെയ്തിരിക്കുന്നു എൻ്റെ വോട്ട് ഹസൻ BBK എന്ന്. എൻ്റെ പേര് ഹസൻ BBK എന്നാണ്. സൈന മനസ്സിലോ കുലശേഖരതി പത്തനംതിട്ട. അത് ചെയ്തിരിക്കുന്നത് ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അടയാളമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. എൻ്റെ വോട്ട് എനിക്ക് ചെയ്യണ്ടായോ? ഞാൻ അവർക്ക് സംസാരിച്ചപ്പോൾ ഇവരുടെ വോട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ആരെ വന്ന് ചെയ്തിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വേറെ നിർവാഹമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇന്ന് പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് വരിക. പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ ബൂത്ത് കേന്ദ്രീകരിച്ച് ഇതുപോലെ വോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ വയ്യാത്തവർ വന്ന് അവരുടെ ജനാധിപത്യ അവകാശം വരുമ്പോൾ അവരുടെ വോട്ടില്ല. ഈ ബൂത്തിൽ തന്നെ ഉള്ള അവസ്ഥ, സമീപത്തെ എല്ലാ ബൂത്തിലെ അവസ്ഥ ഇതാണ്. എനിക്ക് ചെയ്യണം മോനെ, എൻ്റെ വോട്ട് എനിക്ക് ചെയ്യണം. അവര് എന്നെ ഇറക്കി വിട്ടില്ലോ അവിടുന്ന് ചെയ്തതാന്നും പറഞ്ഞു. എനിക്ക് എന്റെ വോട്ട് ചെയ്യണം. നിർബന്ധമാണ്.